ലൈവിൽ വൻ ട്വിസ്റ്റുകളാണ് സംഭവിക്കുന്നത്. നെവിൻ ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ അടുക്കളയിൽ പിടിച്ച് നിലത്ത് കിടത്തിയിരിക്കുകയാണ്. ഒരടി അനങ്ങാൻ സമ്മതിക്കുന്നില്ല. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് ആ ഒരു കയറിൽ നിന്ന് ആ ഒരു 3 ക്യാപ്റ്റൻസി മത്സരാർത്ഥികളും വിടാതെ ആ കയറ് കൊണ്ട് നടക്കുക എന്നതാണ് ടാസ്ക്. അപ്പോൾ ആ കയറ് എങ്ങനെയോ നെവിൻ്റെ ശരീരത്തിൽ ലോക്കായിപ്പോയി. നെവിൻ മനഃപൂർവ്വം ലോക്കാക്കിയതാണ്. അപ്പോൾ ഒരു രീതിയിലും നെവിൻ അത് വിട്ടുകൊടുക്കുന്നില്ല. നെവിൻ ആ കയറോട് കൂടി തന്നെ അവർ അടുക്കളയിൽ കിടക്കുന്നു. അവർ 3 പേരും പിടിച്ച് വലിച്ചപ്പോൾ അങ്ങ് നിലത്തേക്ക് വീണതാണ്. പിന്നെ ഒരു കാരണവശാലും നെവിൻ അവിടെ നീക്കുന്നില്ല. അപ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ നെവിൻ അവിടെ കിടന്ന് ഉരുളാനും ആ കയറെ പിടിച്ച് വലിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ സാബുമോൻ്റെ കയ്യിൽ ആ ഒരു കയറിടുന്നത് ശരിക്കും അങ്ങ് വലിഞ്ഞു. അപ്പോൾ സാബുമോന് ശരിക്കും വേദന എടുത്തു. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ സാബുമോൻ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത് ബിഗ് ബോസ് വീട്ടിൽ സാബുമോൻ ദേഷ്യപ്പെടുന്നത് കാണുന്നത്. നീ എന്താണ് ഇപ്പോൾ കാണിച്ചത്? ഞാൻ വലിക്കുമെന്ന് പറഞ്ഞ് സാബുമോൻ ശരിക്കും ആ നെവിൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ആ കയറെ പിടിച്ച് വലിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വരെ പേടിച്ചു പോയി. ബിഗ് ബോസ് അന്നേരം തന്നെ അനൗൺസ് ചെയ്തു ഒരു രീതിയിലുള്ള കയ്യാങ്കളിയും പാടില്ല എന്ന് അനൗൺസ് ചെയ്തു. ആ സമയത്താണ് സാബുമോൻ ശരിക്കും ആ കയറിൽ നിന്ന് വിട്ടത്. ആദ്യമായിട്ടാണ് സാബുമോൻ ആ ഒരു വീട്ടിൽ ദേഷ്യപ്പെടുന്നത് കാണുന്നത്. ഈ വളരെ പാവമായിട്ടിരിക്കുന്നവർ അധികം ദേഷ്യപ്പെടാത്തവർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ ദേഷ്യപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അത് തന്നെ അതിൻ്റെ തൊട്ടടുത്ത് എത്തിയതായിരുന്നു. ഒരു ബിഗ് ബോസ് ആ ഒരു വാർണിംഗ് കൊടുത്തില്ലായിരുന്നെങ്കിൽ പലതും അവിടെ നടന്നേനെ. പക്ഷേ നെവിൻ ഈ ചെയ്യുന്നത് കോമഡി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നെവിൻ അവിടെ കിടന്ന് നല്ല രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. വളരെ നല്ലൊരു ഗെയിം തന്നെയാണ്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.